അപ്പോൾ ഞാൻ ഈ അപ്ലൈ ചെയ്തിട്ടുള്ളത് കോഫീൻ്റെ മാസ്ക്കാണ് കേട്ടോ. അപ്പോൾ സത്യം പറയാമല്ലോ, ഏത് യൂട്യൂബറുടെ കോഫി മാസ്കിനായാലും നല്ല 1 മില്യൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂസാണ്. അപ്പോൾ ഞാൻ അതും കൂടെ കണ്ടിട്ടാണ് ഇത് ഇടുന്നത്. ഞാനിത് ഇടയ്ക്ക് പരീക്ഷിക്കാറുണ്ട്. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ ഈ സംഭവം ഇട്ടിട്ടുണ്ട്. നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ. അപ്പം ഇടയ്ക്ക് പരീക്ഷിക്കാറുള്ളൊരു കോഫി മാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം, ലൈക്ക് ചെയ്ത് പോകണം, ഷെയർ ചെയ്ത് പോകണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് കോഫി പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. കോഫി പൗഡർ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ തരുന്നതിനും ബ്രൈറ്റൻ ആക്കുന്നതിനും പിഗ്മെൻറ്റേഷൻ പോകുന്നതിനും ടാൻ മാറുന്നതിനും നമ്മുടെ സ്കിന്നിലുള്ള ഏകദേശം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ ഈ കോഫി മാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് റോ മിൽക്കാണ് ചേർക്കുന്നത്. മിൽക്ക് പിന്നെ പറയണ്ടല്ലോ, നമുക്ക് നല്ല മോയ്സ്ചറായിട്ട് നമ്മുടെ സ്കിന്ന് നിലനിൽക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ക്ലെൻസറായിട്ട് വർത്തിക്കുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ മിൽക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. വെറും മിൽക്കിലുള്ള ഈ സാധനങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ പറ്റൂട്ടോ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിന് മുന്നും കോഫി മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് കോഫി പൗഡറിനും എനിക്ക് ഒരേ കളറായതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നിറം ഉണ്ടാവില്ല എന്നാൽ കൈ കൊണ്ടിടുന്നതായിരിക്കും ബെറ്റർ, അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഇത് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നല്ല പോലെ നമ്മൾ ബ്രൈറ്റ് ആക്കും എന്നുള്ളത്. നമുക്കിപ്പോൾ 2000-3000 ഒക്കെ കൊടുത്ത് നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ ഒരു സംഭവം എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായിട്ട്. പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എപ്പോഴും ഇല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ എങ്ങടേലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചില ടൈമുകളിൽ ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. തലേ ദിവസം ചെയ്യാറാണ് പതിവ്. അപ്പോൾ തന്നെ ചെയ്യില്ല കേട്ടോ ഞാൻ. ഈ കോഫീൻ്റെ ഒരു മണമുള്ള കാരണം എനിക്കൊന്ന് കോഫിയുടെ മണം അത്രയ്ക്ക് ഇഷ്ടമില്ല. പക്ഷേ ഇത് ഇൻസ്റ്റൻ്റ് തന്നെയാണ്, നമ്മുടെ ബ്രൂ തന്നെയാണ്. ബ്രൂ കോഫി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സ്മെല്ല് ഭയങ്കര, അത് പൊളിയെ പറയാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമുക്ക് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് നൽകുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം കുറച്ച് നമ്മൾ എന്താ പറയുക കയ്യിൽ വെള്ളമാക്കിയിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴുകി കളയാം കേട്ടോ, ഉണങ്ങട്ടെ. അപ്പോൾ അതേ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം വർത്താനം പറയുന്നില്ല. ഞാൻ ഒരു കപ്പിൽ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കയ്യിലാക്കിയിട്ട് നല്ലപോലെ ഒന്നും കൂടി സ്ക്രബ് എന്താ പറയുക ഒന്ന് മസാജ് ചെയ്യുക വെറുതെ. പുറത്തുനിന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അടിച്ചു വരിക്കളായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. നല്ലോണം ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. സ്കിന്നിൽ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ സൺസ്ക്രീനും. അപ്പോൾ ഞാനൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട്, നല്ലോണം മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കഴുകിക്കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാൻ കഴുകിക്കളഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള 2 ഐറ്റങ്ങളല്ലേ, നമുക്കിത് ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. കാരണം എന്താ പറയുക, വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഡെയിലി ബേസിൽ എന്താ പറയുക ഈ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ ഒരു ഫേസ് മാസ്കെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ ടാനും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടും കേട്ടോ. ഇത് ഡെയിലി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലോ ഡെയിലി ബേസിൽ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആവട്ടെ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതൊക്കെ പോകും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. പിന്നെ വെളുത്ത് പാറൊന്നുമില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറാണ്. അപ്പോൾ സ്കിന്നെ എന്താ പറയുക ഹെൽത്തി ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക, ടാന് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക, ഇല്ലാതാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. പിന്നെ നിങ്ങൾ സൺസ്ക്രീൻ പുരട്ടാൻ മറക്കരുത്, മോയ്സ്ചറൈസറും പുരട്ടാൻ മറക്കരുത് കേട്ടോ. ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.